ഹലോ, ഇന്നത്തെ റെസിപ്പി നൂഡിൽസ് കൊണ്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ അതിന് ചൈനീസ് പോള എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടി നൂഡിൽസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നൂഡിൽസ് എല്ലാം തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അതും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ നൂഡിൽസിൻ്റെ പാക്കിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റ ഒന്ന് എടുത്താൽ മതി. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാക്ക് മാത്രമാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് കറി ഫ്ലേവറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്ത് തയ്യാറാക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികൾ ഒരുപാടൊന്നുമില്ല. ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സാധാരണ നൂഡിൽസ് വേവിക്കുന്ന പോലെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരു 3/4 വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം പറയാറുണ്ട് എല്ലാവരോടും, ക്യാപ്സിക്കം ഫസ്റ്റ് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതൊരു പകുതിക്കലോ അല്ലെങ്കിൽ ലാസ്റ്റോ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആർക്കും അറിയാത്തതായിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനതൊന്നും സെപ്പറേറ്റ് കാണിക്കാത്തത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ 2 ടൈപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ 2 മെത്തേഡ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൻ്റെ മീറ്റ് മാത്രം ഇതേപോലെ ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ബാക്കിയുള്ള വെള്ളവും കൂടി അങ്ങ് വെറ്റിക്കോളും. അപ്പോൾ ഇനി നമുക്കിതിൽ അവസാനമായിട്ട് ഞാനൊരു 3/4 കപ്പോളം മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതും കൂടി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് നമ്മൾ പോള ഉണ്ടാക്കേണ്ട മസാല ഈ നൂഡിൽസ് തന്നെയാണ്. ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാനുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 പീസസ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അരികൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 3 മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കൂടി പോകാൻ പാടില്ല കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ മൊത്തം ടേസ്റ്റ് മാറും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തതാണിത്. അപ്പോൾ അതേപോലെ അടിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടൂ. ഇതാ ഈ ഒരു പരുവത്തിൽ അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാന് ചെറിയ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഒരു കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കാൻ പാടില്ല, പകുതി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ മേലെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല, 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാഗീൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ അധിക സൈഡിലോട്ടേക്ക് ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അധിക സൈഡിലേക്ക് ആക്കിയാൽ നമുക്ക് ഇനി അടുത്ത ബാറ്റർ കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് നമ്മൾ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് വരില്ല. അതുകൊണ്ടാണ് അധികം സൈഡിലേക്ക് ആക്കി കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക. അതിനുശേഷം സൈഡിൽ കൂടി ബാക്കിയുള്ള ബാറ്റർ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിഡിലേക്ക് കൊണ്ടുവരാം. മിഡിൽ ഒഴിച്ചിട്ട് സൈഡിലേക്ക് ഒഴിക്കാൻ നിൽക്കരുത്. ചിലപ്പം ബാറ്റർ തീർന്നു പോയാൽ അത് പിന്നെ ഇടങ്ങാറായി പോകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാറ്റർ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് നമുക്ക് ഈ നൂഡിൽസിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ അത് അതിലേക്ക് നല്ലോണം ഒന്ന് താണു നിൽക്കും. ഇനി ഇത് നമുക്ക് ഇനി അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാകുന്ന ഒരു സ്നാക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അതിന് ശേഷം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 2 ക്യാപ്സിക്കവും 2 തക്കാളിയും വെച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഡ്രൈ ആയിട്ട് അത് വെക്കുന്ന നേരമാണ് നമുക്ക് നല്ലോണം അത് അവിടെ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കണം, മീഡിയം ഫ്ലെയിമിൽ കേട്ടോ.
അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പോളേൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടണം. പിന്നെ എന്നോട് മുന്നേ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു പാന് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അടി ഒട്ടും കരിയാണ്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു പാൻ അടിയിൽ വെച്ച് അതിൻ്റെ മേലെ മറ്റൊരു പാന് വെച്ച് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അടി ഒട്ടും തന്നെ കരിയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തിടാം. മെല്ലെ ഒന്ന് വിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മേലെ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. ഇനി അതിൻ്റെ അടുത്ത ഭാഗവും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 3 മുതൽ ഒരു 5 മിനിറ്റ് വരെ തന്നെ വെച്ചാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഭാഗം കൂടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ അടിയിൽ മറ്റൊരു പാന് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി വേവിച്ചെടുക്കാം. ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഭാഗം റെഡി ആയിക്കോളും. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാനിത് അടുത്ത പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ട് നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബട്ടറിൻ്റെ ആ ഒരു ഷൈനിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പോളിയും കൂടി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തയക്കാനെല്ലാം ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ നൂഡിൽസ് മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ഒരു കേക്ക് പോലെയെല്ലാം ആക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.